ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദിനം പ്രതി പവർഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ പവർഫുള്ളായി ഒടുവിൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ആയിട്ട് മാറും. എത്രമാത്രം ശക്തമാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്? അത് ഭാവിയിൽ വരുത്തി വയ്ക്കാൻ പോകുന്ന വിപത്തുകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് വികസിപ്പിച്ചെടുക്കാൻ പോകുന്നത്? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. എത്രമാത്രം ശക്തമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം. ഈ കാലഘട്ടത്തിലുള്ള സ്ഥലമല്ല, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് നടപ്പിലായ ഭാവിയിലെ ഒരു നാട്ടിലേക്കാണ്. അവിടെ ഒരു വ്യക്തി, ആ വ്യക്തി കിടന്നുറങ്ങുകയാണ്. ആ വ്യക്തി നിങ്ങളാണ്, ഭാവിയിലെ നിങ്ങൾ. കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എഴുന്നേൽക്കണമെങ്കിൽ അവിടെ ഒരു അലാം സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ASI ഉണ്ട്. ASIക്ക് നിങ്ങളുടെ ഉറക്കം അളക്കാൻ സാധിക്കും. നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നതെന്നും ഏത് സമയത്താണ് നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നതെന്നും ഏത് നിമിഷമാണ് നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കാൻ പോകുന്നതെന്നും കൃത്യമായിട്ട് ASIക്ക് അറിയാം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ കഥാപാത്രമായിരിക്കും ഓർമ്മ വരുന്നത്. ഈ കാര്യത്തിൽ നാഗവല്ലിയെ പോലെ തന്നെയാണ് ASI. കൃത്യമായിട്ട് നിങ്ങൾ ഉണരുന്ന ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഉണരാൻ പറ്റുന്ന താപനിലയിലേക്ക് ആ മുറിയുടെ താപനില മാറ്റുന്നു. അതിനുശേഷം അവിടെ കൃത്രിമമായിട്ടുള്ള അല്ലെങ്കിൽ സൂര്യോദയത്തിൻ്റെ ഒരു സിമുലേഷൻ ഉണ്ടാക്കിയാണ്. ലോകത്തിൽ തന്നെ കാണാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സൂര്യോദയം നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ചൂട് കാരണം പതിയെ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതിമനോഹരമായ ആ ദൃശ്യമാണ്. ആ സമയം തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാപ്പി അല്ലെങ്കിൽ ചായ, അതുമല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സുഗന്ധം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണ പദാർത്ഥം, രാവിലെ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥം തന്നെ ആയിരിക്കും ഒരു ഗന്ധമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഒഴുകിയെത്തുന്നത്. അതിനുശേഷം നിങ്ങൾ ഉറക്കമുണർന്ന് നിങ്ങളുടെ ലിവിങ് ഏരിയയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്ന സ്ഥലമൊന്നുമില്ല, എവിടെ പോയിരുന്നാലും നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മുൻപിലുള്ള ഭിത്തിയിൽ ഹോളോഗ്രാഫിക് പ്രൊജക്ഷനിലൂടെ ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനൊരു ദൃശ്യം ഉണ്ടാവാനുള്ള കാരണം നിങ്ങളുടെ ചിന്തയാണ്. തലേദിവസം അല്ലെങ്കിൽ ഇന്നലെ രാത്രി, അതുമല്ലെങ്കിൽ ഇന്ന് രാവിലെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് അറിയണമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹം കാരണമാണ് അത്തരത്തിലുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടാകുന്നത്. ആ പ്രൊജക്ഷനിൽ നമുക്കൊരു വ്യക്തിയെ കാണാം. അതൊരു ശ്രീകണ്ഠൻ നായർ ആകണമെന്നില്ല, അത് നമ്മുടെ ഡോക്ടർ അരുൺ ആകണമെന്നില്ല, സുജയ പാർവതിയും ആകണമെന്നില്ല. ഒരുപക്ഷെ ആ കാണുന്ന ദൃശ്യം നിങ്ങൾ തന്നെയായിരിക്കും അവിടെ സംസാരിക്കുന്നത്. എന്നാൽ അത് യഥാർത്ഥ നിങ്ങളല്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്, പക്ഷേ ആ യഥാർത്ഥ കഥാപാത്രമല്ല. ആ വ്യക്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ ASIയുടെ ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്തകൾ ഒരു TV-യുടെ സഹായമില്ലാതെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്നും സംഭവിക്കണമെന്ന് നിങ്ങൾ മുൻകൂട്ടി കമാൻഡുകളൊന്നും കൊടുത്തിട്ടില്ല. കാരണം നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങളെക്കാൾ ഏറ്റവും വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരുമല്ല, അത് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള സമയമായി. എന്നാൽ നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് നിങ്ങളുടെ കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒന്നുമല്ല, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇന്ന് കാണുന്നത് പോലുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അല്ല, അതൊരു വലിയ ബസ്സല്ല, അതൊരു ക്യാബിൻ മാത്രമാണ്. ഒരാൾക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു ക്യാബിൻ. ആ ക്യാബിൻ നിങ്ങൾ ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകേണ്ട സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ മുൻപിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ആ സമയം തന്നെ കൃത്യമായിട്ടുള്ള സമയത്ത് അവിടെ ക്യാബിൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. കാരണം നിങ്ങൾ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നതെന്നും എപ്പോഴാണ് വീടിൻ്റെ മുൻപിലേക്ക് വരുന്നതെന്നും ആ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ലീവാണോ എന്നുള്ള സകല കാര്യങ്ങളും ASIക്ക് അറിയാം. ആ ക്യാബിൽ കയറി ഇരുന്നാൽ മതി, അതിൽ ഡ്രൈവറൊന്നുമില്ല, അത് തനിയെ സഞ്ചരിക്കും. ഒരു രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരിക്കുന്നതല്ല. കാരണം ഇതെല്ലാം ASIയുമായിട്ട് കണക്റ്റഡ് ആണ്. ASI ആണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. ഇതുവഴി പോയി കഴിഞ്ഞാൽ ഏറ്റവും വേഗതയിൽ ഓഫീസിൽ എത്തിച്ചേരാമെന്നും ട്രാഫിക് ബ്ലോക്കുകൾ എങ്ങനെ കുറയ്ക്കാമെന്നും ഓരോ നിമിഷവും ASI പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ട മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച രീതിയിലുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൻ്റെ സഹായത്താൽ നിങ്ങൾ നേരെ നിങ്ങളുടെ ഓഫീസിലേക്ക് പോകുന്നു. പക്ഷേ ഇത് നിർബന്ധമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട് തന്നെ ഓഫീസാക്കി മാറ്റിയെടുക്കാം. ഒരു വെർച്വൽ എൻവയോൺമെൻറ്റ് നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം.
എന്നാൽ നിങ്ങൾക്ക് ഒരു ഗൃഹാതുരത്വത്തിൻ്റെ പേരിൽ നേരിട്ട് ഓഫീസിലേക്ക് പോകണമെങ്കിൽ മാത്രം ഈ ക്യാബിനെ ആശ്രയിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ആ കുഞ്ഞു വീട് ഒരു വലിയ ഓഫീസായിട്ട്, ഒരു വലിയ കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് മാറും. അവിടെ നിങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരിക്കും. അവരുമായിട്ട് തമാശ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുമായിട്ട് ഇഴകിച്ചേരാം. എന്നാൽ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന നമ്മുടെ ജോലിയുമായിട്ട് ഒരു രീതിയിലും ഇതിനെ താരതമ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇതൊക്കെ ഒരു ജോലിയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. നിങ്ങൾ ഉദാഹരണത്തിന് ഒരു ആർക്കിടെക്റ്റാണ് കരുതുക. അടുത്തതായിട്ടുള്ള പുതിയ ജനറേഷൻ വീടുകളാണ് നിങ്ങൾ ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും അതിൻ്റെ പാരാമീറ്റേഴ്സും ഒന്നും നിങ്ങൾ കമ്പ്യൂട്ടറിനോടോ അല്ലെങ്കിൽ AIയോടോ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതി. അതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെടുത്താൽ മാത്രം മതി. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം അത് ASI മുൻകൂട്ടി കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ആദ്യം ASI ആയിരക്കണക്കിന് അത്തരത്തിലുള്ള ഡിസൈനുകളായിരിക്കും നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുക. ശരിക്കും ആ 1000 ഡിസൈന് നിങ്ങൾ കാണുകയില്ല. 1000 ഡിസൈനും ശരിക്കും ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് ASI തന്നെയാണ്. നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്നും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടാൻ പോകുന്നതെന്നും വ്യക്തമായിട്ട് ASIക്ക് അറിയാം, നിങ്ങളെക്കാൾ മികച്ച രീതിയിൽ. അതുകൊണ്ട് ആ 1000ഓളം വരുന്ന ഡിസൈനുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച ഡിസൈൻ ASI നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ASIയോട് പറയാം. ഇതിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെൻ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളുണ്ടോ, എൻവയോൺമെൻറ്റൽ ഹസാർഡുകൾ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഹസാർഡ് ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രമാത്രമായിരിക്കും ഈ കെട്ടിടങ്ങളെ ബാധിക്കുക, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകാൻ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത എത്രമാത്രമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ASIയോട് ചോദിക്കാം. ഒരു പക്ഷേ ASI ആ സമയമായിരിക്കും അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ ASIക്ക് ഈ കാര്യങ്ങൾ തിരുത്താൻ സാധിക്കും. അതിനൊരു തെറ്റ് പറ്റിയിരിക്കുന്നു, ആ തെറ്റ് തിരുത്തുകയും ഇനി മേലാൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുമുള്ള അപ്ഡേഷനുകൾ ASI നടത്തുന്നു. നമ്മളിപ്പോൾ ഓരോ വേർഷനുകൾ കാണാറുണ്ടല്ലോ. ChatGPTയുടെ പുതിയ വേർഷനുകൾ ഒരു 6 മാസം 7 മാസമൊക്കെ കൂടുമ്പോൾ വരും. അങ്ങനെ പല ആപ്ലിക്കേഷൻ്റെ പുതിയ വേർഷനുകൾ വരും. നമ്മളത് അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ അപ്ഗ്രേഡ് ഒന്നും നേരിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ASI തന്നെയാണ് ASIയുടെ അപ്ഡേഷനുകൾ നടത്തുന്നത്. ASI ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ മനുഷ്യൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ടുപിടുത്തമെന്നാണ്. ഏറ്റവും അവസാനത്തെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ആ കണ്ടുപിടുത്തത്തോടു കൂടി മനുഷ്യൻ ഇല്ലാതെയാകുമെന്നല്ല. നമ്മൾ ഉപയോഗിക്കുന്ന സകല സാങ്കേതിക വിദ്യയുടെയും അടുത്ത അപ്ഗ്രേഡേഷൻ, അല്ലെങ്കിൽ അടുത്ത ഡിസ്കവറി, അല്ലെങ്കിൽ ഇൻവെൻഷൻസ് ഒക്കെ നടത്തുന്നത് ശാസ്ത്രജ്ഞരോ മറ്റ് റിസർച്ചേഴ്സോ ഒന്നുമല്ല. ചുരുക്കത്തിൽ എന്നെപ്പോലുള്ള ഗവേഷകർക്ക് ആ കാലഘട്ടത്തിൽ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുന്നതല്ല. ഈ കാര്യങ്ങളൊക്കെ ASI ചെയ്യും. മനുഷ്യന് പിന്നീട് ഒരു കണ്ടുപിടുത്തവും നടത്തേണ്ടി വരുന്നതല്ല. സ്വയം അത് അപ്ഡേറ്റ് ചെയ്യും. സ്വയം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെയിൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഒരു അപ്ഡേഷൻ നടത്തി ഏറ്റവും മികച്ച രീതിയിലേക്ക് പോകുന്നു, അതിനെ പിന്നെയും അപ്ഡേറ്റ് ചെയ്ത് പിന്നെയും മികച്ച രീതിയിലേക്ക് പോകുന്നു. ഏറ്റവും മികച്ച ഒരു ASI ആണ് ഓരോ ലെവലിലും എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശേഷിയുള്ള ASI ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക. ചുരുക്കത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പണിയുമില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളിവിടെ ചിന്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് അതേപടി ചെയ്യുന്നത് ASI ആണ്. ASI നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ തിരഞ്ഞെടുക്കുന്ന ജോലി കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ASIയെ കൊണ്ട് പണിയൊക്കെ ചെയ്യിപ്പിച്ച് കുറേയധികം സമയം കഴിഞ്ഞപ്പോഴേക്കും ഉച്ചകാലമായി. ഉച്ചകാലമായപ്പോൾ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണം. പക്ഷേ നിങ്ങൾ കഴിക്കാൻ ആ സമയം ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ള ഭക്ഷണം എത്രമാത്രം ഉപ്പ് വേണമെന്നുള്ള കാര്യങ്ങൾ പോലും ഉൾപ്പെടുത്തി ഒരു വ്യക്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം മുൻപ് മുതൽ. ആ വ്യക്തി ഒരു മനുഷ്യനല്ല, അതൊരു റോബോട്ടാണ്. ASIയുടെ സഹായത്താലാണ് ഈ റോബോട്ട് ആ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു വിശപ്പുണ്ടാകുമ്പോൾ, ആ ഒരു കൊതി ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ ആ വിഭവങ്ങളൊക്കെ നിരന്നിരിക്കുകയാണ്. അതിനി വായിൽ വെച്ച് ചവച്ചിറക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പഠനമാണ്. നിങ്ങൾ ഉദാഹരണത്തിന് ചരിത്രം പഠിക്കുക എന്ന് കരുതുക. റോമൻ ചരിത്രമാണ് പഠിക്കുന്നത്. ഏതെങ്കിലും ഒരു വലിയ പുസ്തകം എടുത്തു വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രബന്ധം എടുത്തു വെച്ചിട്ടോ അല്ല നിങ്ങൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടല്ല നിങ്ങൾ പഠിക്കുന്നത്. ആ ചരിത്രം നിങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ മുൻപിൽ ഒരു വിർച്വൽ റിയാലിറ്റി ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അത് റോമാണ്. ആ റോമിൽ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കഥാപാത്രമായി നിങ്ങൾ മാറി. നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ ആ ചരിത്ര സംഭവങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതിലെ ഒരു ഭാഗമായിട്ട് അഭിനയിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഇതിലൂടെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അത് ചരിത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും സിമുലേഷനുകളിലൂടെയും നേരിട്ടുള്ള വിർച്വൽ ലബോറട്ടറികളുടെ സഹായത്താലും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ക്വാണ്ടം ഫിസിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുകയാണ്. യഥാർത്ഥ ആറ്റമല്ല, ഒരു സിമുലേഷനാണ്. നിങ്ങൾക്ക് ആ ആറ്റത്തിൻ്റെ ചുറ്റിനും നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും ക്വാണ്ടം ഫിസിക്സ് അതിൻ്റെ അങ്ങേ തലക്കിലെത്തിയിട്ടുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഗവേഷണങ്ങൾ നടത്തുന്നത് സാധാരണ മനുഷ്യരല്ല, മനുഷ്യരെക്കാൾ അതിബുദ്ധിമാനായിട്ടുള്ള ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് ഉള്ള ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ആണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലെ ASIയെ പോലെ സകല പ്രശ്നങ്ങളും ASI നോക്കിക്കോളും. അതിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ആണെങ്കിലും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എനർജി ക്രൈസിസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള സൊല്യൂഷൻ സ്വയം ഉണ്ടാക്കുകയും ആ സൊല്യൂഷനെ അടിക്കടി അപ്ഡേറ്റ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിലേക്ക് വാർത്തെടുത്തുകൊണ്ടും ഇരിക്കുകയാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ASI കാരണം ഉണ്ടാകുന്ന ലാഭങ്ങളെക്കുറിച്ചാണ്. പക്ഷേ വലിയ രീതിയിലുള്ള വിപത്തുകൾക്കും ASI കാരണമായി മാറും. ആ വിപത്തുകളെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഈ ASIയിലേക്ക് എത്തിച്ചേരുന്നതെന്ന് അറിയണ്ടേ? നിലവിൽ നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത്, ഏതൊരു ഘട്ടത്തിലാണ് ഇനി നമുക്ക് ASIയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്, ആ കാര്യം ഒന്ന് മനസ്സിലാക്കാം. ശരിക്കും പറഞ്ഞാൽ ASIക്ക് വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്, എന്നാൽ അത് നേരിട്ടുള്ള വർക്കുകളല്ലെന്ന് മാത്രം. നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഓരോ ദിനവും ഏറ്റവും മികച്ച പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൽഗരിതംസ് ആയിട്ടും അതുപോലെ മോഡൽസ് ആയിട്ടും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ റിസർച്ചേഴ്സും ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ഇമ്പാക്റ്റുകൾ, ഓരോ ശാസ്ത്ര പ്രബന്ധങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ലോകത്തെ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും 100 കണക്കിന് പ്രബന്ധങ്ങളാണ് പബ്ലിഷ് ചെയ്തു വരുന്നത്. ആ കൂട്ടത്തിൽ എൻ്റെയും പ്രബന്ധമുണ്ട് എന്നത് എനിക്ക് വളരെയധികം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എനിക്ക് ഏകദേശം 11ഓളം പ്രബന്ധങ്ങളാണ് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചത്. അതിൽ 9 പ്രബന്ധത്തിലും ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ അനേകം റിസർച്ചിൻ്റെ ശ്രമം കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിലവിലുള്ള സ്റ്റേജിൽ നിന്നും പതിയെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ നമ്മൾ ഏത് സ്റ്റേജിലാണുള്ളത്? നിലവിലുള്ള സ്റ്റേജിനെ നമുക്ക് ANI എന്ന് പറയാം, ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്. ഇവിടെ ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യപ്പെടുന്നത് വളരെ നാരോ ആയിട്ടുള്ള ഒരു മേഖലയിൽ മാത്രമാണ്. നമുക്ക് ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൂൾ എടുക്കാം, ഒരു മോഡൽ എടുക്കാം. ആ മോഡലിന് മികച്ച രീതിയിൽ അതിൻ്റെ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക മേഖലയിൽ മാത്രമായിരിക്കും, അതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക മേഖലയിൽ മാത്രം. ഉദാഹരണത്തിന് നിങ്ങളുടെ ചിത്രം ഒരു കാർട്ടൂൺ ചിത്രമാക്കി മാറ്റിയെടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങളെ അത്തരത്തിൽ മാറ്റിയെടുക്കും. അപ്പോൾ അതുപോലെ തന്നെ VO3 എന്ന് പറഞ്ഞ് ജെമിനിയുടെ ആപ്പുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും മനോഹരമായിട്ട് ഒറിജിനൽ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കിയെടുക്കാൻ ജെമിനിയുടെ VO3ക്ക് സാധിക്കുന്നുണ്ട്. ഈ VO3ക്ക് പക്ഷേ അത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അതിൻ്റെ ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യുന്ന മേഖല വളരെയധികം നാരോയാണ്. ഇനിയിപ്പോൾ ChatGPT എടുത്താലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏത് ആപ്ലിക്കേഷൻ എടുത്താലും അത് അതിൻ്റെ മേഖലയിൽ മാത്രമാണ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം എടുക്കാം. നിങ്ങളൊരു സെൽഫ് ഡ്രൈവിംഗ് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് കരുതുക. നിങ്ങളല്ല വാഹനം ഓടിക്കുന്നത്, ആ വാഹനം സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ വാഹനത്തിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയാണെങ്കിലോ ആ വാഹനത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ ASI ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, പരിണമിച്ചിട്ടുണ്ടെങ്കിൽ, ഒരേ സമയത്ത് വാഹനം ഓടിക്കുന്നതിനോടൊപ്പം തന്നെ പിന്നിലിരിക്കുന്ന ആളുടെ ആരോഗ്യം മനസ്സിലാക്കാനും ആ വ്യക്തിക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നത് മനസ്സിലാക്കാനും വേണ്ട ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാനും സാധിക്കും. വേണമെങ്കിൽ ആ വാഹനത്തിന് തന്നെ അല്ലെങ്കിൽ ആ വാഹനത്തിലുള്ള ASIക്ക് തന്നെ ഒരു ഡോക്ടറായിട്ട് മാറാൻ പോലും സാധിക്കും. അത് ASIയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസിലേക്ക് സാങ്കേതികവിദ്യയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്കും സാധിക്കും. അങ്ങനെ സാധിക്കുന്ന വ്യക്തികൾക്കാണ് ഇനി ഏറ്റവും മികച്ച കരിയർ ഉള്ളത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ സംഭാവന നമ്മുടെ ഈ ഹ്യൂമാനിറ്റിക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ട് അത് സാധിക്കുന്നത്? ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാണുന്നുണ്ട്. നിങ്ങൾ
ഈ ഒരു കോഴ്സ് പഠിക്കൂ, ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പണം സ്വന്തമാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ കോഴ്സിൻ്റെ സിലബസ് അല്ലെങ്കിൽ കരിക്കുലം എന്ന് പറയുന്നത് വളരെയധികം നാരോ ആണ്. അതിൽ പഠിപ്പിക്കുന്നത് പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ്. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾ കൊടുക്കേണ്ട പ്രോംപ്റ്റുകളെ കുറിച്ചാണ്. എങ്ങനെ വീഡിയോ ഉണ്ടാക്കാം, എങ്ങനെ പിക്ചേഴ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു PPT ഉണ്ടാക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒന്നും നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. ഈ പറയുന്ന ലക്ഷങ്ങളുടെ കണക്കുകളൊക്കെ അവിടെ തെറ്റും. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ തന്നെ ലക്ഷങ്ങളല്ല, നിങ്ങൾ കോടികൾ തന്നെ സമ്പാദിക്കാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ തന്നെ. അതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ നേടിയെടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് ജസ്റ്റ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളെക്കുറിച്ചും അതിൽ കൊടുക്കേണ്ട പ്രോംപ്റ്റുകളെക്കുറിച്ചുമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. എങ്ങനെയാണ് ആ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കേണ്ടതെന്ന് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ കയ്യിൽ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പുതിയ കാർ ഡിസൈൻ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിട്ട് മാറുമോ? ഒരിക്കലും മാറില്ല. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനം ഓടിക്കാനുള്ള ഒരു കഴിവ് മാത്രമേ നിങ്ങൾക്കുണ്ടായിരിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും ആ മേഖലയിലെ ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു റിസർച്ചറോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ആയി മാറാൻ സാധിക്കില്ല. നിങ്ങളത് ഉപയോഗിക്കാൻ സാധിക്കുന്ന ലൈസൻസ് ഉള്ള ഒരു വ്യക്തി, അതായത് അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയുള്ളൂ. എന്നാൽ അത് നിർമ്മിക്കണമെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾ ചില കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ ലീനിയർ ആൾജിബ്ര മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് പൈത്തണിൽ നല്ല ജ്ഞാനമുണ്ടായിരിക്കണം. മെഷീൻ ലേണിംഗ് എന്താണെന്ന് അറിയണം. മെഷീൻ ലേണിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള പല ഡിവിഷനുകളും പല മേഖലകളും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിരിക്കണം. അതിനുശേഷം സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ പല മോഡലുകളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. പല പ്രോജക്റ്റുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനികൾ തന്നെ നിങ്ങളെ കൊത്തിക്കൊണ്ടു പോകും. ആസ്ട്രോഫിസിക്സിലാണ് ഞാൻ ഗവേഷണങ്ങൾ നടത്തുന്നതെങ്കിൽ പോലും ഞാൻ അതിൽ ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ മെത്തഡോളജി അത് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളരെ ബേസ് മുതൽ, അതായത് പൈത്തൺ എന്ന പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുതൽ പറഞ്ഞു തുടങ്ങി ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു AI മോഡൽ ഉണ്ടാക്കുന്നിടം വരെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിക്കും. സ്കോളിക്കോ എന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിനോടൊപ്പം ചേർന്ന് ഞാൻ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്കോളിക്കോ നടത്തുന്ന ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് പരിശോധിക്കുക. അതൊരു ഗൂഗിൾ ഫോമാണ്. ആ ഗൂഗിൾ ഫോമിൽ കയറി നിങ്ങളുടെ ഡീറ്റെയിലുകളൊക്കെ സബ്മിറ്റ് ചെയ്യുക. സ്കോളിക്കോ നിങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ANI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പല്ല ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്. അതിനു മുൻപ് ഇടയിൽ ഒരു സ്റ്റേജ് ഉണ്ട്, AGI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് നാരോ അല്ല, ഒന്നിലധികം മേഖലകളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഒരു ചെസ് പ്ലെയറിനെ എടുക്കാം. ആ ചെസ് പ്ലെയർ ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് ആണെന്ന് കരുതുക. ആ വ്യക്തിക്ക് നന്നായിട്ട് ചെസ്സ് കളിക്കാൻ മാത്രമേ അറിയുള്ളൂ. ആ വ്യക്തിയോട് നല്ലൊരു ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരാജയമായിരിക്കും. എന്നാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിലുള്ള ഒരു ചെസ് മാസ്റ്റർ ആണെങ്കിൽ ആ മാസ്റ്ററിന് ഒരേ സമയത്ത് നന്നായി ചെസ്സ് കളിക്കാനും അറിയാം, നല്ലൊരു ചായ ഉണ്ടാക്കി നിങ്ങൾക്ക് തരാനും സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ChatGPTയും ജെമിനിയും അതുപോലെ ഡീപ് സീക്കും ഒക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഉപയോഗങ്ങളുള്ള ഓരോ ആപ്ലിക്കേഷൻ അല്ലേന്നായിരിക്കും. അല്ല, ഇതെല്ലാം നാരോ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം ചെയ്യുന്ന ANI ആണ്. കാരണം ഇതിനൊന്നും കോൺഷ്യസ്നെസ് ഇല്ല. ഇത് LLM മോഡലുകളാണ്, ലാർജ് ലാംഗ്വേജ് മോഡലുകളാണ്. എന്നാൽ ഇവയ്ക്ക് കോൺഷ്യസ് ആയിട്ട് സ്വയം ചിന്തിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള, നമ്മൾ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. ഇത് പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് വിധേയമാക്കിയിട്ടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ അതിനോട് ചോദിക്കുന്നതെങ്കിൽ അത് ഒരു പക്ഷേ നമുക്ക് അറിയില്ല എന്ന രീതിയിലുള്ളൊരു മറുപടി ആയിരിക്കും തരിക. എന്നാൽ ചിലപ്പോൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഈ AI മോഡലുകൾക്ക് സംഭവിക്കും. അതായത് അതിനൊന്നും അറിയില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനോട് ചെറിയ സാമ്യമുള്ള മറ്റെന്തെങ്കിലും ഒരു അറിവ് വെച്ചിട്ട് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ മാമാങ്കത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് നമുക്ക് പറഞ്ഞു തരുന്നത് മാമ്പഴത്തെക്കുറിച്ച് വല്ലതും ആയിരിക്കും. മാമാങ്കം എന്ന് പറയുന്നത് ഒരു പഴമാണ്, ആ പഴം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നായിരിക്കും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഞാൻ മാമാങ്കം ഇതുവരെ ChatGPTയിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഇനിയിപ്പോൾ ട്രെയിൻ ചെയ്തിട്ടുള്ള ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ സംശയങ്ങൾ ചോദിക്കുന്നതെങ്കിൽ പോലും അവിടെയും ഒരു ചെറിയ ശതമാനം ഹാലൂസിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകളിൽ ഈ ഹാലൂസിനേഷൻ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അതാണ് നിലവിൽ ഈ ChatGPT പോലെയുള്ള LLM മോഡലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ AGI നമ്മുടെ മോഹൻലാലിനെ പോലെയാണ്. നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാം, നന്നായിട്ട് പാട്ട് പാടാൻ അറിയാം, നല്ലൊരു കുക്കാണ്, നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കാനും അറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന, നല്ല രീതിയിൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്ന സാങ്കേതികവിദ്യ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജാണ് AGI. ChatGPT ഒക്കെ AGIയുടെ ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് കോൺഷ്യസ്നെസ് കിട്ടും. അതായത് അതിന് ഇമോഷൻസ് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ഇമോഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് തരാനും പുതിയ നൊവേലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താനും സാധിക്കും. നിലവിലുള്ള ChatGPTക്കും അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള LLM മോഡലുകൾക്കും ഒന്നും ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു സാങ്കേതികവിദ്യ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. അത് മനുഷ്യനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ശാസ്ത്ര പ്രബന്ധവും ഒരു AI വിചാരിച്ചു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ പറയുന്നത് STEM മേഖലയെക്കുറിച്ചാണ്. അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങളെക്കുറിച്ചാണ്. ഒരു പക്ഷേ അല്ലാതുള്ള ചരിത്ര വിഷയങ്ങളിലും ലിറ്ററേച്ചർ വിഷയങ്ങളിലുമൊക്കെ ChatGPTക്ക് ചിലപ്പോൾ പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ സാധിച്ചേക്കും. എനിക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. AGI അച്ചീവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും AGI ബേസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രാക്ടിക്കലി ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. AGI ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ASIയിലേക്ക് കടക്കുന്നത്. ASIയിലേക്ക് കടക്കാനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ പവറാണ്. ഇതിന് ഒരുപാട് ഡേറ്റകൾ വേണം. അതായത് നമ്മുടെ ഈ ഭൂമിയിലുള്ള സകല ഡേറ്റകളും നമുക്ക് ഈ മോഡലുകളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ജനറലൈസേഷൻ എന്ന് പറയുന്ന നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കാനായിട്ട് കുറേ ഡേറ്റ ഉപയോഗിച്ചല്ലോ. ആ ഡേറ്റ അല്ലാതെ നമ്മൾ ഇതുവരെ അതിന് കൊടുത്തിട്ടില്ലാത്ത പുതിയൊരു ഡേറ്റ കൊടുക്കുമ്പോൾ ആ ഡേറ്റയിൽ നിന്നും അതിന് ആൻസറുകൾ കണ്ടെത്താൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സിദ്ധിയാണ് ജനറലൈസേഷൻ. അതിൽ തന്നെ ക്രോസ് ഡാറ്റ ജനറലൈസേഷനൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെ കോംപ്ലക്സിറ്റിയിലേക്ക് കടക്കുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സൈഡിലൂടെ ഇങ്ങനെ വളർന്നു വരുമ്പോൾ മറ്റൊരു സൈഡിലൂടെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വളർന്നു വരുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൻ്റെ സഹായത്താൽ ഈ കമ്പ്യൂട്ടേഷണൽ റിക്വയർമെൻറ്റിനെ ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ മീറ്റ് ചെയ്യാൻ സാധിക്കും. കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി കഴിഞ്ഞാലുള്ള അടുത്ത പ്രശ്നം അൽഗരിതമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്വർക്ക് അൽഗരിതം. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, അതാണ് ഈ ന്യൂറൽ നെറ്റ്വർക്ക് അൽഗരിതത്തിൽ വരുന്നത്. കഴിഞ്ഞ കുറേ അധികം വർഷമായിട്ട് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട്, എനിക്കൊന്നൊരു 40-45 വർഷമെങ്കിലും ആയി കാണും. ഏറ്റവും നൂതനമായിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ 2017 പബ്ലിഷ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമറാണ്. KSEB ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ അല്ല. ഇത് ChatGPTയുടെ ഏറ്റവും അവസാനം കാണാൻ സാധിക്കുന്ന T ആണ്. ആ T സൂചിപ്പിക്കുന്നത് ട്രാൻസ്ഫോമറിനെയാണ്. 2017 ശേഷം പിന്നീട് ഒരു കണ്ടുപിടുത്തവും വന്നില്ലെന്നല്ല. പിന്നീട് ഓരോ വർഷവും അനവധി മികച്ച എഫിഷ്യൻറ്റ് ട്രാൻസ്ഫോമറുകൾ വന്നിട്ടുണ്ട്. ആ ട്രാൻസ്ഫോമറുകളൊക്കെ മുൻപുണ്ടായിരുന്ന ട്രാൻസ്ഫോമറിനെ കുറച്ചുകൂടെ മികച്ച രീതിയിലേക്ക് മാറ്റുന്ന തരത്തിലായിരുന്നു. ഈ വർഷം എൻ്റെ പബ്ലിഷ് ചെയ്തു വന്ന പേപ്പറിലും ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിനെയും പഴയകാല സാങ്കേതികവിദ്യയും ചേർത്തുകൊണ്ട് ഹൈബ്രിഡായിട്ടുള്ള ചില മോഡലുകളും ഇപ്പോൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മതിയാവുകയില്ല AGIയും ASIയും നടപ്പിലാക്കണമെങ്കിൽ. നിലവിലുള്ള ഈ നെറ്റ്വർക്കുകളൊക്കെ ന്യൂറൽ നെറ്റ്വർക്കുകളാണ്. അതായത് മനുഷ്യൻ്റെ ന്യൂറൽ നെറ്റ്വർക്കുകൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവയും പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു വസ്തുവിനെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ വസ്തുവിൻ്റെ നിറം പച്ചയാണെന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ തലച്ചോറ് അത് പച്ചയാണെന്ന് മനസ്സിലാക്കുമല്ലോ. ഇതേ രീതിയിൽ തന്നെയാണ് നിലവിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് കാര്യങ്ങളെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും പിന്നീട് ഉത്തരത്തിലേക്ക് എത്തിച്ചേരുന്നതും. പക്ഷേ ഈ രീതി മതിയാവുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹൈപ്പോതെസിസുകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അതിലൊന്ന് ഓൾ ബ്രെയിൻ എമുലേഷനാണ്. ഇതനുസരിച്ച് വെറും ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ മാത്രമല്ല നമ്മൾ ഇൻവെൻറ്റ് ചെയ്യുന്നത്, നമ്മുടെ തലച്ചോറിൽ അടങ്ങിയിരിക്കുന്ന സകല സിസ്റ്റത്തെയും നമ്മൾ സ്കാൻ ചെയ്ത് അതിനെ റീക്രിയേറ്റ് ചെയ്യുന്നു. അതായത് മനുഷ്യൻ്റെ അതേ ക്യാപ്പബിലിറ്റി ഉള്ള തലച്ചോറിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. എന്നാൽ അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു മനുഷ്യൻ്റെ രൂപത്തിലല്ല, മറിച്ച് ഒരു ഡിജിറ്റൽ എൻവയോൺമെൻറ്റിലാണ്. ഡിജിറ്റൽ എൻവയോൺമെൻറ്റിലേക്ക് മനുഷ്യൻ്റെ തലച്ചോറ് അല്ലെങ്കിൽ അത്രയും ക്യാപ്പബിലിറ്റി ഉള്ള ഒരു തലച്ചോറ് വന്നു കഴിഞ്ഞാൽ മനുഷ്യനേക്കാൾ അതുല്യമായിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കാൻ ആ ഒരു ഡിജിറ്റൽ എൻവയോൺമെൻറ്റിന് സാധിക്കും. അതുതന്നെയാണ് ASI. അതിൻ്റെ തുടക്കക്കാരനായിരിക്കും AGI. ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അതെല്ലാം തീർന്നു. പക്ഷേ പെട്ടെന്നങ്ങ് തീരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തമല്ലത്.
അതിന് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാത്രം സഹായം തേടിയാലും പോരാ. അതിനുപരിയായി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂറൽ സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വേണം. നാനോ സയൻസിൻ്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ആപ്ലിക്കേഷനുകളും നമ്മളിവിടെ ഉപയോഗിക്കണം. ഇതെല്ലാം നമ്മൾ നടപ്പിലാക്കി ASIയെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങളല്ല, ഈ ASIയെ മിരുക്കുന്നതിൽ വലിയ പാടുപെടേണ്ടി വരും. കാരണം നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ നമുക്ക് നിയന്ത്രിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതെന്താണ് ശരിക്കും ചിന്തിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ASIക്ക് മനസ്സിലാകും, പക്ഷേ ASI ചിന്തിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ സാധിക്കുകയില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിക് ബോസ്ട്രോ മുന്നോട്ട് വയ്ക്കുന്ന ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഈ തോട്ട് എക്സ്പെരിമെൻ്റ് അനുസരിച്ച് കൂടുതലായിട്ട് പേപ്പർ ക്ലിപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഗോളുള്ള ASI, ആ ASIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള പേപ്പർ ക്ലിപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിന് എന്ത് മാനദണ്ഡം വേണമെങ്കിലും സ്വീകരിക്കാം. അത് മനുഷ്യനല്ല തീരുമാനിക്കുന്നത്, ആ ASI സ്വയമാണ് തീരുമാനിക്കുന്നത്. മനുഷ്യൻ്റെ ഒരു ഇടപെടൽ ഈ ASIയിൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ ASI ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പേപ്പർ ക്ലിപ്പുകളേക്കാൾ കൂടുതൽ വാല്യുബിളായിട്ടുള്ള വസ്തുക്കളെ പോലും അത് പേപ്പർ ക്ലിപ്പുകളായിട്ട് മാറ്റിയെടുത്തു എന്ന് വരാം. ഉദാഹരണത്തിന് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മളുടെ വസ്ത്രങ്ങൾ അടുക്കി വയ്ക്കുന്ന അലമാര, അങ്ങനെയുള്ള വസ്തുക്കളെ ഒക്കെ പേപ്പർ ക്ലിപ്പാക്കി മാറ്റി വരാം. ഒരുപക്ഷെ മനുഷ്യൻ്റെ ശരീരം തന്നെ പേപ്പർ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് അത് ഉപയോഗിച്ചെന്നും വരാം. പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഉദാഹരണം കൂടെ പറയാം. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള ASI ആണെന്ന് കരുതുക. അത് അതിൻ്റെ ഒരുപാട് ചിന്തകൾക്കൊക്കെ ഒടുവിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാം. ക്യാൻസർ കോശങ്ങൾ ഇല്ലാതെയാകുന്നതിന് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു നടപടി മനുഷ്യരെ തന്നെ അങ്ങ് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. കാരണം മനുഷ്യ ശരീരത്തിലാണല്ലോ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യരില്ലെങ്കിൽ പിന്നീട് ക്യാൻസർ കോശങ്ങളില്ലല്ലോ. അങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മറ്റൊന്ന് സിംഗിൾട്ടൺ സിനോറിയോ ആണ്. ഓരോ സ്ഥാപനങ്ങളും വ്യത്യസ്തമായിട്ടുള്ള ASIL അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ഉൽപ്പാദിപ്പിച്ചെടുക്കും. ആ കൂട്ടത്തിൽ ഒരു ASI എങ്ങാനും മറ്റുള്ളവയേക്കാൾ വളരെ ഡൊമിനൻ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ ആ ASI ലോകത്തെ മുഴുവനും കൺട്രോൾ ചെയ്യാൻ പോലും തീരുമാനിച്ചേക്കാം. കാരണം ആ ASIക്ക് തന്നെ സ്വയം ബോധ്യമുണ്ട്, ലോകത്തിലുള്ള സകല വസ്തുക്കളെക്കാളും, സകല മനുഷ്യരെക്കാൾ, സകല കമ്പ്യൂട്ടറുകളെക്കാൾ, സകല ASIയേക്കാൾ ഏറ്റവും ഇൻ്റലിജൻറ്റ് ഞാനാണ്. അങ്ങനെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഞാൻ എന്തിനാണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത്, അല്ലെങ്കിൽ എന്നേക്കാൾ താഴ്ന്നു കിടക്കുന്ന മനുഷ്യർ പറയുന്നത് ചിന്തിക്കുന്നത്? കോൺഷ്യസ്നെസ് ഉള്ള ഒരു ASI ആണ്. അതിന് സ്വയം ഇമോഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്വയം അതിന് ഇമോഷൻസ് ഉണ്ടാകുന്നുണ്ട്. എന്തിരൻ സിനിമയിൽ സംഭവിക്കുന്ന അതേ സിനോറിയോ തന്നെയാണ് ഈ സിംഗിൾട്ടൺ സിനോറിയോ. അങ്ങനൊരു ഘട്ടം വരികയാണെങ്കിൽ പിന്നീട് മനുഷ്യരുടെ ഒരു മേൽക്കോയ്മ ആയിരിക്കില്ല നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കുന്നത്. മനുഷ്യരെ നിയന്ത്രിക്കുന്നത് ഈ ASI ആയിരിക്കും. വരാൻ പോകുന്ന ഒരു പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള ജോലി അത് ചെയ്യാനായിട്ട് ഒരു വ്യക്തിയുടെ ആവശ്യം പോലുമില്ല, ASIക്ക് തന്നെ ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ ASIയുടെ ശക്തി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ പണം വളരെ ചെറിയൊരു ശതമാനം ആളുകളുടെ കയ്യിലാണുള്ളത്. ASI കൂടി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ സാധാരണക്കാരായിട്ടുള്ള ജോലിക്കാരുടെ ഒരു ആവശ്യവുമില്ല. സാധാരണക്കാരുടെ കാര്യം മാത്രമല്ല, നിലവിൽ അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടിരിക്കുന്ന പല ആളുകളും ഈ മിഡിൽ ക്ലാസിൻ്റെ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ അതിലും താഴേക്ക് തന്നെ പതിച്ചു പോയെന്ന് വരാം. ഏറ്റവും മുകളിൽ വളരെ ക്രീമായിട്ട് നിൽക്കുന്ന ഒരു ക്രീമി ലെയർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ക്രീമി ലെയറിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും ഈ ഭൂമിയിലുള്ള സകല പണവും ഉണ്ടായിരിക്കുക. അവരായിരിക്കും ഈ ഭൂമിയെ തന്നെ നിയന്ത്രിക്കുന്നവർ. നിലവിൽ ആയുധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് യുദ്ധങ്ങൾ പല രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർക്ക് ഒരു രീതിയിലുള്ള സമാധാനവും ഈ കൂട്ടർ തരുന്നില്ല. എന്നാൽ ASIയുടെ കാലഘട്ടം ആകുമ്പോഴേക്കും ഈ യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചേരും. കാരണം അവിടെ ഈ സാങ്കേതികവിദ്യ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് മനുഷ്യനല്ല, മറിച്ച് ASI ആണ്. ഏറ്റവും നൂതനമായിട്ടുള്ള ആയുധങ്ങൾ മത്സരിച്ച് ഓരോ രാജ്യങ്ങളുടെയും ASI നിർമ്മിച്ചുകൊണ്ടിരിക്കും. അത് വലിയ രീതിയിലുള്ള വിപത്തുകളായിരിക്കും ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇങ്ങനെ നിർമ്മിക്കുന്ന ASIകൾ ചിലപ്പോൾ അതിൻ്റെ യജമാനൻ്റെ കമാൻഡുകൾ കേൾക്കാതെ യജമാനെ തന്നെ ചുട്ടുകൊല്ലാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനറിയോ ആയിരിക്കും ASI സൃഷ്ടിക്കുക. ഒരുപാട് സാധ്യതകളുണ്ട്, എന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ ഇത് നാളെയോ മറ്റന്നാളോ വരാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യയല്ല. ഒരുപക്ഷെ ഒരു 10-15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും AGI പോലും വരുന്നത്. ASI പിന്നീട് ഏത് ഘട്ടത്തിൽ വരുമെന്ന് നമുക്ക് നിലവിൽ പറയാൻ സാധിക്കില്ല.
കാരണം ഓരോ ദിവസവും ഉണ്ടാകുന്ന, ഓരോ വർഷവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് വലിയ വലിയ മാറ്റമാണ്. ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന മാറ്റമല്ല നിലവിലുള്ളത്. ഞാൻ പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഒരു വളർച്ചയെക്കുറിച്ചാണ്. ആ വളർച്ച ഈ ഗതിയിൽ പോവുകയാണെങ്കിൽ നിലവിലുള്ള സാങ്കേതികവിദ്യ അല്ലെങ്കിൽ AI അത് അധികം വൈകാതെ AGIയിലേക്ക് മാറും. അവിടെ നിന്ന് ASIയിലേക്ക് മാറാൻ അധിക കാലമൊന്നും വേണ്ടിവരില്ല. വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ ഒന്ന് കയറി രജിസ്റ്റർ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.